ഈസി ആയിട്ട് അങ്ങനെ ഒരു മോര് കറി ഉണ്ടാക്കാൻ നോക്കാം. മോര് കാച്ചിയതുപോലെ തന്നെ, പക്ഷെ ഇതിൽ ഞാൻ തക്കാളി ഇടുന്നുണ്ട്. ഇത് ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ച് കടുക് ഇടാം. മോര് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവ ഇടാം. കുറച്ച് ജീരകം കൂടി ഇടും. ചുമന്നുളക്, നമ്മുടെ നെയ്യ്, തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റുക. നമുക്ക് പൊടികളിടാം. പൊടി ലേശം മുളക് പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഉപ്പ് കുറച്ച് ആവശ്യത്തിനില്ല. നന്നായി ഇളക്കി മിക്സാക്കാം. ഇതിലേക്ക് മോര് ഒഴിക്കാം. അധികം പുളിയില്ലാത്ത മോര് ഒഴിക്കണം നല്ലത്. കാരണം തക്കാളിക്ക് പുളിയുണ്ടല്ലോ, ഭയങ്കര പുളിയാവും. കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിക്കാം. കുറച്ച് പുളിയുള്ളതുകൊണ്ട് തക്കാളിയുടെയും മോരിൻ്റെയും പുളി വരുന്നതുകൊണ്ട് ഇത്തിരി ശർക്കരയും കൂടി ചേർക്കാതില്ല, പുളിയൊന്ന് ബാലൻസ് ആവും. ഇത്രേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഇത് വല്ലാണ്ട് തിളക്കണ്ട, അപ്പോൾ ഒരു വല്ലാണ്ട് ഇങ്ങനെ വെള്ളം പോലെയും വേണ്ട. ഇപ്പം നല്ല ഇതായി. ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർക്കാം. ഇതാകുമ്പോൾ ഈസിയാണ്, ഇത് പിള്ളേർക്കും കൂട്ടാം. ഇഞ്ചി കടിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അങ്ങനെയാണ്, ഇഷ്ടമാവില്ല. ഇത് ഇഷ്ടമാണ്. ഇതിനൊരു മെഴുക്കുവരട്ടി, ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട. പെട്ടെന്ന് കറി റെഡിയായി.